പിന്നൊരു കാര്യം പറയല്ലേ പറഞ്ഞോണ്ട് കുറെ ദിവസമായിട്ട് പറയണം വിചാരിച്ചിരിക്കണം. ഏഹ് കുറെ ദിവസമായി പറയണം വിചാരിച്ചിരിക്കണം. സമ്പത്രള്ളൂ ഇതേമാതിരി എന്താ പല ആൾക്കാർക്കും ഞാൻ എന്റെ ചില വീടുകൾ പറഞ്ഞിട്ടുണ്ട്. പല ആൾക്കാർക്കും ഇത് പല കൂട്ടുകാരന്മാരില് കേട്ടിട്ടുണ്ട് ഞാൻ. ഓർക്കൊക്കെ പകുതി മുക്കാൽ പേർക്കും ഉണ്ടാവും എന്താ ഇതേമാതിരി യൂട്യൂബ് ചാനൽ തുടങ്ങണം, ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു പേജ് തുടങ്ങണം, അല്ലെങ്കിൽ ഇതാക്കണം. ഇങ്ങനെ ഇതേമാതിരി സംസാരിക്കാൻ ഇഷ്ടമുള്ള വ്യക്തികളൊക്കെ ആയിരിക്കും. പക്ഷെ ഓരോന്നൊക്കെ ബാക്ക് വലിക്കണ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഓരോ വേറെ ആൾക്കാർ എന്ത് വിചാരിക്കും, എന്ത് ഇതാക്കും എന്നില്ല ഒരു കാര്യം. ആ ഒരു കാര്യം മെയിൻ ആയിട്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു കാര്യവും ചെയ്യാൻ പറ്റില്ല. എന്താ ഒരുത്തരെയും 100% നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ചെയ്യാൻ പറ്റൂല. അതിപ്പോ എന്ത് കാര്യത്തിലായാലും. ഏഹ് ഇതിപ്പോ നിങ്ങളൊരു സിനിമന്റെ കാര്യം എടുത്ത് നോക്കി. എത്ര ഇഷ്ടപ്പെട്ട എത്ര അടിപൊളി ടെക്നിക്കൽ സൈഡ് അല്ലെങ്കിൽ സ്റ്റോറി ബേസ് ആയാലും ഒക്കെ, എന്ത് ടെക്നിക്കൽ സൈഡ് ആയാലും ഗ്രാഫിക്സ് ആയാലും അല്ലെങ്കിൽ VFX ആയാലും ഒക്കെ ശരിയാണെങ്കിലും കൂടി, ഒക്കെ ടോപ്പ് നോച്ച് ആണെങ്കിൽ കൂടി ആ സിനിമ ഉണ്ടല്ലോ പറ്റാത്തവരായിട്ട് കുറെ ഉണ്ടാവില്ലേ. അതേമാതിരി തന്നെ വേറെ ലോറിന്റെ സർട്ടിഫിക്കറ്റ് നിൽക്കാൻ നിൽക്കുന്നത് ഒരു കാര്യം. പിന്നൊരു കാര്യം, പിന്നെ ബാക്ക് വലിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പെർഫെക്ഷൻ. എന്ത് കാര്യത്തിനോടും ഒരു പെർഫെക്ഷൻ വേണം വിചാരിക്കും. ഞാനും അങ്ങനെയായിരുന്നു കേട്ടോ കുറെ കാലം മുന്നൊക്കെ. ഇതേമാതിരി ഇത് തുടങ്ങുമ്പോ ബാക്ക്ഗ്രൗണ്ട് അടിപൊളി ആവണം, അല്ലെങ്കിൽ അടിപൊളി ക്യാമറ വേണം, ഫോൺ വേണം. അതൊക്കെ നോക്കിയിരുന്നുണ്ടല്ലോ ഇരിക്കലന്നെ ഉണ്ടാവുള്ളൂ. ഇതേമാതിരി നല്ല പറയാൻ, നല്ല കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള കഴിവുള്ളവരൊക്കെ ഉണ്ടാവും കുറെ ആൾക്കാർ. ഓരൊക്കെ ചിലവരൊക്കെ ഇതേമാതിരി പെർഫെക്ഷൻ വേണം, ബാക്ക്ഗ്രൗണ്ട് അവിടെ ഇതാവണം. ഇതൊന്നും ഇല്ലാതെ തന്നെ അല്ലേ ഈ ഫസ്റ്റ് ഇതേമാതിരി ഒരു ലെവലിലേക്ക് എത്തിയവരൊക്കെ ഇതൊന്നും ഇല്ലാതെ തന്നെ അല്ലേ തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. അവരവരുടെ ഓരോ ഘട്ടമായിട്ടല്ലേ ഓരും സക്സസ് ആയിട്ട് വന്നിക്കണ്. അപ്പൊ പിന്നെ എന്തിനാ നമ്മള് പേടിക്കേണ്ട ആവശ്യം? നിങ്ങൾക്ക് എന്താ സംസാരിക്കാൻ ഇഷ്ടമാണ്, അപ്പൊ കാര്യങ്ങൾ പറയാം. അല്ലെങ്കിൽ വേറെ ആള് കളിയാക്കും വിചാരിച്ചിട്ടൊന്നും നിങ്ങൾ വീഡിയോസ് ചെയ്യാതിരിക്കരുത്. നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു കാര്യം, നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക. ഒരാളും ദ്രോഹിക്കാത്ത രീതിക്ക് ആണെന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് ഒരു കേടുമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ ആ ഒരു ഇതിൽ പോവുക. അല്ല വേറുള്ളവരുടെ അഭിപ്രായം, വേറുള്ളവരുടെ ഒന്നും കേട്ടിരുന്ന നമ്മളെ കാര്യങ്ങളൊന്നും നടക്കൂല. അപ്പോ ഈ പെർഫെക്ഷൻ നോക്കാൻ നിന്ന ഒന്നും നടക്കൂല. പെർഫെക്ഷൻ ആണല്ല നോക്കാൻ നിന്ന ഒന്നും നടക്കൂല. ഫെയിം ആവുണ്ടോ, അല്ലെങ്കിൽ വ്യൂസ് കയറുണ്ടോ, ലൈക്ക് കയറുണ്ടോ ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് ആ വീഡിയോസ് ചെയ്യുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുമ്പോ ആ സംസാരിക്കുന്ന നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നോണ്ട് എന്താണ് കുഴപ്പം? എന്താണ് കുഴപ്പം എന്ന് ഞാൻ ചോദിക്കണത്. അവര് പറയും സോഷ്യൽ ആൻസൈറ്റി ഉണ്ട്, അങ്ങനെ. ഈ സോഷ്യൽ ആൻസൈറ്റി ഒക്കെ മാറണമെങ്കിൽ ഉണ്ടല്ലോ ഏറ്റവും അടിപൊളി മാർഗങ്ങളാണ് ഇതൊക്കെ. നിങ്ങളിങ്ങനെ ഈ വീഡിയോസ് ഒക്കെ എടുത്ത് ഇടുമ്പോ നിങ്ങളെ മനസ്സിലാക്കാത്ത കുറെ വ്യക്തികൾ മനസ്സിലാക്കും. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആൻസൈറ്റി ഉള്ള ഒരു വ്യക്തിനോട് അധികം സംസാരിക്കൂല, മുണ്ടൂല, ഇതാക്കൂല ഒക്കെ എല്ലാ വ്യക്തിയും. പക്ഷെ നിങ്ങൾ ഇതിലിങ്ങനെ ഓപ്പൺ ആകുമ്പോൾ നിങ്ങളെ കുറിച്ചിട്ട് അറിയാത്തവരും കൂടി നിങ്ങളെ അടുത്തേക്ക് വന്ന് നിങ്ങളെ കുറിച്ച് അറിയാൻ ശ്രമിക്കും. അല്ലെങ്കിൽ നിങ്ങളെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പൊ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ സോഷ്യൽ ആൻസൈറ്റിയും അതൊക്കെ പോകും. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എന്റെ കാര്യത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത, ഞാൻ അതേപോലെ എനിക്ക് സോഷ്യൽ ആൻസൈറ്റിയും അതും ഇതൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പൊ ഈ വീഡിയോ എടുത്ത് ഇങ്ങനെ ഇതാക്കുന്ന ടൈമിൽ അതൊക്കെ പോയിട്ടോ. സത്യം പറഞ്ഞു ആകെ പേടിപ്പില്ല. ആദ്യം എന്റെ വീഡിയോസ് അറിയണവര് കാണുമ്പോ കൂടി ഞാൻ കാണണ്ട പറഞ്ഞിട്ട് കടന്ന് പൊരിയണ്. കാണണ്ട പറഞ്ഞിട്ട് ഇങ്ങനെ കടന്ന് പൊരിയും. അങ്ങനെയൊക്കെയായിരുന്നു ഞാന്. കാണണ്ടവര് കണ്ടോട്ടെ, അല്ലാത്തവര് കാണണ്ട. സ്കിപ്പ് ചെയ്തോളി. നമ്മൾ ഒരാളെയും ഫോഴ്സ് ചെയ്യണില്ലല്ലോ. ഫോഴ്സ് ചെയ്യണില്ല. നമ്മുടെ ഒരു ഹാപ്പിനെസിന്റെ ഒരു ഇതിൽ നമ്മൾ ഇട്ട് പോവുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ. ഇതുമാതിരി സംസാരിക്കണം എന്നുണ്ടാവും.
ആരും കേൾക്കാണ്ടാവൂല. പക്ഷെ ഈ ഈ സോഷ്യൽ മീഡിയ ഇതൊക്കെ എല്ലാം കൊണ്ട് ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ അങ്ങനത്തെ നിങ്ങളുടെ വൈബിന് ഒത്തോരില്ല അല്ല പറഞ്ഞ് നടക്കും നമ്മളൊക്കെ. അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞും കൂടി നമ്മളെ വൈബിന് ഒത്തോരില്ല അല്ല പറഞ്ഞ് നടക്കും. പക്ഷെ ഇതേമാതിരി ഈ വീഡിയോസ് ഒക്കെ എടുത്തിടുമ്പോൾ പലരും കാണും, അല്ലെങ്കിൽ പല ആൾക്കാരും കാണും. എന്താ ഒന്നോ രണ്ടോ പേരൊന്നല്ല, ചിലപ്പോ പലതരം ആൾക്കാരും കാണും. പിന്നൊരു കാര്യം, ഇൻസ്പയർ ചെയ്യാൻ ഞാൻ വേറൊരു കാര്യം പറഞ്ഞല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മോട്ടീവ് ആകാൻ, അല്ലെങ്കിൽ ഇതേമാതിരി എന്താ ദിവസം ഒരു വീഡിയോ ചെയ്യാൻ ഒരു മോട്ടീവ് വേണം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം കൂടി വിചാരിച്ചാൽ മതി. നിങ്ങളുടെ എന്തായാലും ആ വ്യൂസ് എങ്ങനെ പോയാലും ഒരു 1000 600 ഉണ്ടാവും. ഇതൊക്കെ പാടെ കൂടിയിട്ട് നിങ്ങളെ റീച്ച് ഉണ്ടാവും. നിങ്ങളെ അക്കൗണ്ട് ഓരോരുത്തർക്കും ഇങ്ങനെ റീച്ച് ആയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ ഇതിലേക്ക് ഇൻസ്റ്റാഗ്രാമില് ഒരു ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അത് കാണാൻ പറ്റും. അതില് എന്റെ മൊത്തം കാണിക്കണം, എന്റെ മൊത്തം വീഡിയോസ് കണ്ടതിന്റെ ഇത് കാണിക്കണത്, മൊത്തം വീഡിയോസിന്റെ വ്യൂസ് ആയിട്ട് ഞാൻ അതാട്ടോ, മൊത്തം വീഡിയോസിന്റെ വ്യൂസ് 10K അടുത്തുണ്ട്. 10,000 പേരെ കണ്ടു. ഒരു 10,000 പേര് കാണാൻ പറഞ്ഞ ചില്ലറ കാര്യമൊന്നുമല്ല. ഇതില് കാണുമ്പോ നമുക്ക് സ്മോൾ ആയിട്ടൊക്കെ തോന്നും, ചെറുതായിട്ടൊക്കെ തോന്നും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു 10,000 പേര് നമ്മള് റിയൽ ആയിട്ട് കാണാണെങ്കിൽ എത്ര ഉണ്ട് നിങ്ങൾക്ക്? ചില്ലറ കണക്കൊന്നല്ല അത് അങ്ങനെ കാണുമ്പോ. അപ്പൊ അങ്ങനെ വിചാരിച്ചാൽ മതി, അത്ര ആൾക്കാർ നമ്മൾ കാണില്ലേ, അല്ലെങ്കിൽ അത്ര ആൾക്കാര് നമ്മളെ അറിഞ്ഞില്ലേ. ഇതിപ്പോ ഞാൻ ഈ വീഡിയോസ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അത്ര ആള് അറിയോ? ഇനിയിപ്പോ അവര് സ്കിപ്പ് ചെയ്താലും ഒന്ന് കാണുമല്ലോ, എങ്ങനെ പോലും ഒരു 2-3 സെക്കൻഡെങ്കിൽ അവര് കാണുമല്ലോ. അത്ര ആള് നമ്മളീ ഏതോ കാട്ടുമുക്കിലൊക്കെ ആയിരിക്കും നമ്മളുടെ ഈ ഫേസ് ഒക്കെ കാണുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളെ ഈ പൊട്ടത്തരങ്ങളൊക്കെ കേൾക്കാൻ എന്തെങ്കിലും 1-2 പേരെങ്കിലും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊരു മോട്ടീവ് എടുത്തൂടെ? എന്താ ഇന്ന എത്ര ആള് കാണാണ്ട്, ആകെ നമുക്ക് അറിയുന്ന ഒരു ഫോളോവേഴ്സ് ഉണ്ടാവുക എന്താ 100-200 പക്ഷെ എന്തായാലും അക്കൗണ്ടിൽ ആ ഒരു വീഡിയോ പോകുക 600-700 എങ്ങനെ പോയാലും പോകും. ഇനിയിപ്പോ കുറഞ്ഞത് ഒരു 300-400 പോകും. അവിടെയും 100 എക്സ്ട്രാ ആൾക്കാർ നിങ്ങൾ പുതിയതായിട്ട് കാണല്ലേ, അല്ലെങ്കിൽ ആ 100 ആൾക്കാർക്ക് പുതിയതായിട്ട് റീച്ച് ആവല്ലേ. അപ്പൊ അതൊക്കെ ഒരു മോട്ടീവായിട്ട് എടുത്തൂടെ, അല്ലെങ്കിൽ അതൊക്കെ ഒരു പോസിറ്റീവായിട്ട് എടുത്തൂടെ? ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയാലും വെള്ളം ഞാൻ എടുക്കാൻ കാരണം അതാണ്. അപ്പോ എപ്പോഴും അങ്ങനെ ഒരു മോട്ടീവിലിരിക്കുക. ഞാൻ 10K ഇതൊക്കെ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമത്തെ വ്യൂസ് ആട്ടോ, അല്ലാതെ യൂട്യൂബിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു. അല്ല, ഞാന് പൊതുവെ പറഞ്ഞാലാണ് യൂട്യൂബിനെ കാട്ടി കുറച്ചും കൂടി വേഗത്തിൽ നമുക്ക് റീച്ച് കിട്ടല് ഇൻസ്റ്റാഗ്രാമിലാണ്. പക്ഷെ യൂട്യൂബിൽ അങ്ങനെ വേഗമൊന്നും കിട്ടൂല. അത് വേറെ വിഷയം. അപ്പൊ ഇതൊക്കെ പറയണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. അപ്പൊ ശരി എന്നാ.